കഥകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നഗരത്തിൻ്റെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടില്ലെങ്കിലും ചേരിയുടെ അരികിലെ ആ പഴയ പാലത്തിനടിയിൽ നിശബ്ദത ഭയാനകമായിരുന്നു. അഴുക്ക് ചാലിൻ്റെ രൂക്ഷഗന്ധം കാറ്റിൽ ഒഴുകി നടക്കുന്നു. പ്ലാസ്റ്റിക് ഷീറ്റുകളും കീറിയ ചാക്കുകളും കൊണ്ട് മറച്ച ആ ചെറിയ കുടിലിനുള്ളിൽ മായ ഇരിക്കുകയായിരുന്നു. അവളുടെ മടിയിൽ 5 വയസ്സുകാരൻ ആദിപ്പൻ പനിച്ചു വിറച്ചു കിടക്കുന്നു. കഴിഞ്ഞ 3 ദിവസമായി ആ കുടിലിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല. പെയ്ത തോരാമഴ മായയുടെ തൊഴിലിനെ കവർന്നെടുത്തു. പ്ലാസ്റ്റിക് കുപ്പികളും പാട്ടകളും പെറുക്കി വിറ്റ് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ അമ്മയും മകനും കഴിഞ്ഞു പോയിരുന്നത്. മഴ നനഞ്ഞും തണുപ്പടിച്ചും കുട്ടിയുടെ പനി കൂടി. ഇടയ്ക്കിടെ അവൻ പിച്ചും പേയും പറയുന്നുണ്ട്. അമ്മേ, തൊണ്ട ഉണങ്ങുന്നു, കുറച്ച് വെള്ളം. ആദിപ്പൻ വളരെ പ്രയാസപ്പെട്ടു പറഞ്ഞു. മായ അരികിലിരുന്ന മുഷിഞ്ഞ കുപ്പിയിലെ അവസാന തുള്ളി വെള്ളം അവൻ്റെ ചുണ്ടുകളിൽ തുള്ളി തുള്ളിയായി ഇറ്റിച്ചു. ആമാശയത്തിൽ ഭക്ഷണത്തിൻ്റെ അംശമില്ലാത്തതിനാൽ കുടിക്കുന്ന വെള്ളം പോലും അവൻ പുറത്തേക്ക് ഛർദ്ദിച്ച് കളയുകയായിരുന്നു. മായയുടെ വയറ്റിലും വിശപ്പിൻ്റെ കാട്ടുതീ ആളുന്നുണ്ട്. പക്ഷേ ആ വേദനയേക്കാൾ അവളെ തളർത്തിയത് മകൻ്റെ പാതി വിടർന്ന കണ്ണുകളിലെ ജീവനറ്റ നോട്ടമാണ്. പെട്ടെന്നാണ് പുറത്ത് കാൽപ്പെരുമാറ്റം കേട്ടത്. കുടിലിൻ്റെ മറയായ കീറിയ തുണി വകഞ്ഞു മാറ്റി ഒരാൾ അകത്തേക്ക് വന്നു. അയാൾ അണിഞ്ഞിരുന്ന വില കൂടിയ പെർഫ്യൂമിൻ്റെ മണം ആ അഴുക്കുചാലിൻ്റെ ഗന്ധത്തെ ഒരു നിമിഷം മറച്ചു. പക്ഷേ ആ സുഗന്ധത്തിനുള്ളിൽ മദ്യത്തിൻ്റെ അസഹ്യമായ നാറ്റമുണ്ടായിരുന്നു. നീയാണോ മായ? അയാൾ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. മായ ഭയത്തോടെ മകനെ മാറോട് ചേർത്തു. ആരാണ് നിങ്ങൾ? നിനക്ക് പണം വേണമെന്നറിഞ്ഞു. നിന്റെ കൊച്ചിന് മരുന്ന് വാങ്ങാൻ. അയാൾ ഇരുട്ടിൽ അവളുടെ അടുത്തേക്ക് നീങ്ങി. മായ ഒരു നിമിഷം മരവിച്ച് നിന്നു. ആദിപ്പൻ്റെ ശരീരം ഒരു തീക്കനൽ പോലെ പൊള്ളുന്നു. പുറത്ത് ഇടിമിന്നുന്നുണ്ടായിരുന്നു. തൻ്റെ ആത്മാഭിമാനമാണോ അതോ മകൻ്റെ ജീവനാണോ വലുതെന്ന ചോദ്യത്തിനു മുന്നിൽ ആ അമ്മ തകർന്നുപോയി. കണ്ണുകൾ ഇറുക്കി അടച്ച് വിറയ്ക്കുന്ന കൈകളോടെ അവൾ മകനെ പതുക്കെ താഴെ കിടത്തി. ഇരുട്ടിൻ്റെ മറവിൽ ആ നഗരത്തിലെ ഒരു മാന്യൻ അവളുടെ ദരിദ്രത്തെ ആഘോഷമാക്കാൻ തയ്യാറെടുത്തു. സമയം ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. ഓരോ നിമിഷവും മായയ്ക്ക് ഓരോ യുഗമായി തോന്നി. അവളുടെ ഉള്ളിലെ വിശപ്പ് ഒരു തരം മരവിപ്പായി മാറി. എന്തിനൊക്കെയോ വേണ്ടി താൻ സഹിക്കുന്നു എന്ന ചിന്ത മാത്രം അവളെ പിടിച്ചു നിർത്തി. അയാൾ എഴുന്നേറ്റു. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് തൻ്റെ മുണ്ടും ഷർട്ടും ശരിയാക്കി. പോക്കറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് അയാൾ അവളുടെ നേരെ നീട്ടി. ഇന്നാ, ഇത് വെച്ചോ. ഇത്രയും വൃത്തികെട്ട എടുത്ത് ഞാൻ ഇതാദ്യമായിട്ടാണ് വരുന്നത്. ശ്വാസം മുട്ടുന്നു. അയാൾ തറയിലേക്കെറിഞ്ഞ നോട്ടുകൾ മായ വിറയ്ക്കുന്ന കൈകളോടെ പെറുക്കിയെടുത്തു. ആകെ 200 രൂപ. ഒരു രാത്രിയുടെ വേദനയ്ക്കും അപമാനത്തിനും അയാൾ നൽകിയ വില. അയാൾ വേഗത്തിൽ കുടലിന് പുറത്തേക്ക് കടന്നു. അല്പസമയത്തിന് ശേഷം ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം കേട്ടു. മായ ആ നോട്ടുകൾ മുറുകെ പിടിച്ചു. പുറത്ത് മഴ തോർന്നിരിക്കുന്നു. ആകാശത്ത് വെളിച്ചം പടരാൻ തുടങ്ങിയിരിക്കുന്നു. അവൾ ആദിപ്പനെ നോക്കി. അവൻ ശാന്തമായി ഉറങ്ങുകയാണ്. പക്ഷെ ശരീരം ഇപ്പോഴും ചൂടിലാണ്. നേരം വെളുത്താലുടൻ അവനെ ഒരു ഡോക്ടറെ കാണിക്കണം. അവന് ഭക്ഷണം നൽകണം. ഈ ചിന്തകൾ മാത്രമാണ് അവളുടെ മനസ്സിൽ ബാക്കി കിടന്നത്. അതിരാവിലെ തന്നെ അവൾ സ്റ്റേഷനടുത്തുള്ള ചായക്കടയിലേക്ക് ഓടി. അവിടെ പാലും ബിസ്ക്കറ്റും വാങ്ങി. കടക്കാരൻ അവളെ ഒരുതരം അവജ്ഞയോടാണ് നോക്കിയത്. പക്ഷേ മായ അത് കാര്യമാക്കിയില്ല. തൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് മകൻ്റെ വിശപ്പടക്കാൻ പറ്റുമല്ലോ എന്ന ആശ്വാസമായിരുന്നു അവൾക്ക്. കടയുടെ മൂലയിലിരുന്ന് അവൾ ആദിപ്പന് പാല് പകർന്നു നൽകി. അവൻ അത് കുടിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ആ പാലിൽ വീണു കലർന്നു. ആ ചായക്കടയുടെ റേഡിയോയിൽ ഏതോ ഭക്തിഗാനം മുഴങ്ങുന്നുണ്ടായിരുന്നു. പുറം ലോകം ഉണർന്നു കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ മുഖംമൂടികൾ അണിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം. ചായക്കടയുടെ മുന്നിലെ പടിയിൽ ഇരിക്കുമ്പോൾ മായയുടെ ലോകം മകൻ്റെ മുഖത്ത് മാത്രമായിരുന്നു. പാൽ കുടിച്ചു കഴിഞ്ഞപ്പോൾ ആദിപ്പൻ്റെ മങ്ങിയ കണ്ണുകളിൽ ചെറിയൊരു തിളക്കം വന്നു. അവൻ പതുക്കെ അവളുടെ തോളിലേക്ക് തല ചായ്ച്ചു.
ആശ്വാസത്തിൻ്റെ ആ നിമിഷത്തിലാണ് ഒരു വെള്ള ഇനോവ കാർ കടയുടെ മുന്നിൽ വന്ന് നിന്നത്. കാറിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ മായയുടെ ശ്വാസം ഒരു നിമിഷം നിലച്ചുപോയി. വെളുത്ത ഖദ്ദർ ജുബ്ബയും മുണ്ടും ധരിച്ച് കൈത്തണ്ടയിൽ സ്വർണ്ണ വാച്ചും മിന്നിച്ചുകൊണ്ട് ഇറങ്ങുന്നത് മറ്റാരുമല്ല, കഴിഞ്ഞ രാത്രി തൻ്റെ കുടിലിൻ്റെ ഇരുട്ടിൽ മൃഗത്തെപ്പോലെ പെരുമാറിയ അതേ മനുഷ്യൻ. അയാൾ ആ നാട്ടിലെ വലിയൊരു രാഷ്ട്രീയ നേതാവോ ബിസിനസ്സുകാരനോ ആണെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ഗമയിലാണ് നടക്കുന്നത്. കടക്കാരൻ അയാൾക്ക് മുന്നിൽ വിനയാന്വിതനായി കുനിഞ്ഞു. "എന്താ മേനോൻ സാറേ, ഇത്ര നേരത്തെ? പതിവില്ലാത്തതാണല്ലോ." കടക്കാരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "പതിവ് കാപ്പി കുടിക്കാൻ വന്നതാടോ. പിന്നെ അമ്പലത്തിലൊരു വഴിപാടുണ്ട്, സമയം വൈകുന്നു." അയാൾ ഗൗരവത്തിൽ പറഞ്ഞു. മായയുടെ ഉള്ളിൽ ഒരു കടൽ ഇരമ്പി. കഴിഞ്ഞ രാത്രി തന്നോട് അശ്ലീലം പറഞ്ഞ ആ നാവാണ് ഇപ്പോൾ അമ്പലത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും സംസാരിക്കുന്നത്. അയാളുടെ വസ്ത്രത്തിന് ഇപ്പോൾ ചന്ദനത്തിൻ്റെ മണമാണ്. പക്ഷേ മായയുടെ മൂക്കിൽ ഇപ്പോഴും അയാളുടെ മദ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അറിയാതെ തൻ്റെ വസ്ത്രം ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. മേനോൻ ചായ കുടിക്കാനായി ഗ്ലാസ് കയ്യിലെടുത്തപ്പോഴാണ് പടിയിലിരിക്കുന്ന മായയെ ശ്രദ്ധിച്ചത്. അവളുടെ മുഷിഞ്ഞ വസ്ത്രവും എണ്ണമയമില്ലാത്ത മുടിയും കണ്ടപ്പോൾ അയാളുടെ മുഖം ചുളിഞ്ഞു. താൻ ഇന്നലെ രാത്രി ഈ ശരീരത്തിലാണ് ആഴ്ന്നിറങ്ങിയതെന്ന് അയാൾക്ക് ഓർമ്മയുണ്ടോ? അതോ അയാളെ സംബന്ധിച്ച് ഇതൊരു സ്ഥിരം കാഴ്ച മാത്രമാണോ? പെട്ടെന്ന് അയാൾ കടക്കാരനോട് ആക്രോശിച്ചു. "എന്താടോ വർക്കി, താൻ ഈ കടയിൽ ആരെയും കയറ്റുമെന്നായോ? ഈ റോഡരികിൽ കിടക്കുന്ന അഴുക്കുകളെയൊക്കെ പീടികത്തിണ്ണയിലിരുത്തുകയാണോ താൻ ചായ കൊടുക്കുന്നത്? ഈ വൃത്തികെട്ട മണമടിച്ച ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എങ്ങനെയാണോ ഇവിടെ കയറാൻ പറ്റുക?" കടക്കാരൻ പരങ്ങി. "അത് സാറേ, അതൊരു പാവം പെണ്ണല്ലേ, വിശന്നിട്ട് വന്നതാവും. വിശപ്പുണ്ടെങ്കിൽ വല്ല വഴിയരികിലും പോയിരിക്കണം, അല്ലാതെ മാന്യന്മാർ വരുന്നിടത്തല്ല. ഇനിമേൽ ഇത്തരം ശല്യങ്ങൾ ഇവിടെ ഉണ്ടായി ഞാൻ ഈ വഴിക്ക് വരില്ല. ആ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്കും മനുഷ്യ." മേനോൻ ദേഷ്യത്തോടെ ചായ ഗ്ലാസ് മേശപ്പുറത്തേക്ക് ആഞ്ഞു വെച്ചു. അയാൾ മായയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും തൻ്റെ മാന്യതയ്ക്ക് മുന്നിൽ അവളൊരു തടസ്സമായി അയാൾക്ക് തോന്നി. മായ അയാളുടെ മുഖത്തേക്ക് നേരെ നോക്കി. ആ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പരിഹാസമായിരുന്നു. മായ പതുക്കെ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പകുതി കഴിച്ച ഒരു പരിപ്പുവട ഉണ്ടായിരുന്നു. അവൾ മേനോൻ്റെ അടുത്തേക്ക് ഒന്ന് നീങ്ങി നിന്നു. അയാൾ അറപ്പോടെ പിന്നോട്ട് മാറി. "എന്താണ് നോക്കുന്നത്? പോയി പണി നോക്കി പോടി," അയാൾ ആക്രോശിച്ചു. മായ ചിരിക്കാൻ തുടങ്ങി. ആദ്യം ചെറിയൊരു പുഞ്ചിരിയായി തുടങ്ങിയത് പിന്നീട് പൊട്ടിച്ചിരിയായി മാറി. ആ കടയിലുണ്ടായിരുന്നവർ ഭയത്തോടെ അവളെ നോക്കി. "സാറേ," അവൾ വിളിച്ചു. ആ ശബ്ദം കേട്ടപ്പോൾ മേനോൻ്റെ ഉള്ളിലൊന്ന് മിന്നി. ആ ശബ്ദം താൻ എവിടെയോ കേട്ടിട്ടുണ്ട്. "സാറ് പറഞ്ഞത് ശരിയാ. ഈ ഗ്ലാസ്സിനും ഈ കടയ്ക്കും വലിയ വൃത്തി വേണം. രാത്രിയിലെ ഇരുട്ടിൽ സാറിന് എൻ്റെ ശരീരത്തിന് മണമില്ലായിരുന്നു. എൻ്റെ കുടിലിലെ അഴുക്ക് സാറിന് പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ ഈ വെളിച്ചത്തിൽ മാത്രം എനിക്ക് നാറ്റമുണ്ടാകുന്നത് എങ്ങനെയാ സാറേ?" അവൾ ചോദിച്ച വാക്കുകൾ ഒരു ചാട്ടുളി പോലെ അയാളുടെ നെഞ്ചിൽ തറച്ചു. മേനോൻ്റെ മുഖം വിളറി വെളുത്തു. ചുറ്റുമുള്ളവർ പെറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ വേഗം കാറിൽ കയറി. തൻ്റെ ആഡംബരക്കാറിൻ്റെ ചില്ലുകൾ ഉയർത്തുമ്പോൾ അയാൾ മായയുടെ കണ്ണിലെ ആ അഗ്നി കണ്ടു. മായ കടക്കാരൻ കൊടുത്ത ബാക്കി ചില്ലറത്തൊട്ടുകൾ വാങ്ങി തിരികെ നടന്നു. അവളുടെ ഉള്ളിൽ ആർത്തിയോടെ കഴിക്കാൻ വാങ്ങിയ പരിപ്പുവടയ്ക്ക് ഇപ്പോൾ കയ്പാണ്. എങ്കിലും അവൾ അത് കടിച്ചു കഴിച്ചു. വയറ്റിലെ കാളലടങ്ങാൻ വേണ്ടിയല്ല, മറിച്ച് ജീവിച്ച് കാണിക്കാൻ വേണ്ടി. ദിവസങ്ങൾ കടന്നുപോയി. ആ നഗരത്തിൻ്റെ പുകമറയിൽ നിന്നും മായയും ആദിപ്പനും അപ്രതീക്ഷിതരായി. താൻ സമ്പാദിച്ച ആ 200 രൂപയും പണ്ട് പ്ലാസ്റ്റിക് വിറ്റ് കിട്ടിയ കാശും കൂട്ടി അവൾ ഒരു ബസ് കയറി ആ നഗരത്തിലെ മാന്യന്മാരുടെ ലോകത്തു നിന്നും അകലേക്ക്. മാസങ്ങൾക്ക് ശേഷം മലയോര ഗ്രാമത്തിലെ ഒരു തോട്ടത്തിൽ മായ ജോലിക്ക് കയറി. അവിടെ ആരും അവളെ തെരുവ് പെണ്ണെന്ന് വിളിച്ചില്ല, പകരം ആദിയുടെ അമ്മ എന്ന് വിളിച്ചു. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആദിപ്പൻ അടുത്തുള്ള സ്കൂളിൽ നിന്നും ഓടി വരുന്നത് കാണുമ്പോൾ അവളുടെ ഉള്ളിലെ മുറിവുകൾ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി. അവൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ടായിരുന്നു. ലോകം ഇരുട്ടിലാകുമ്പോൾ മാത്രം വിശക്കുന്ന മൃഗങ്ങളാണ് മനുഷ്യർ. വെളിച്ചത്തിൽ അവർ ദൈവങ്ങളെപ്പോലെ അഭിനയിക്കും. ഇന്നവൾക്ക് വിശപ്പില്ല.
തൻ്റെ അധ്വാനം കൊണ്ട് മകൻ ഒരു നേരം കഞ്ഞി കൊടുക്കാൻ അവൾക്ക് കഴിയുന്നുണ്ട്. രാത്രിയിൽ തൻ്റെ കുടിലിലെ വിളക്ക് തെളിക്കുമ്പോൾ അവൾ ഓർക്കും തൻ്റെ അന്തസ്സ് വിറ്റ് വാങ്ങിയ ആ 200 രൂപയെക്കുറിച്ച്. അതൊരു പാഠമായിരുന്നു. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന ദൃഢനിശ്ചയത്തോടെ അവൾ മകനെ ചേർത്തു പിടിച്ചു. ദൂരെ ആ പഴയ നഗരത്തിൽ ഇപ്പോഴും പകൽ വെളിച്ചത്തിൽ മാന്യന്മാരും രാത്രിയിൽ വേട്ടക്കാരും വാഴുന്നുണ്ടാകാം. പക്ഷേ മായ ഇപ്പോൾ സ്വന്തം ആകാശത്തിന് താഴെ സ്വതന്ത്രയാണ്.